മധ്യ പൂർവേഷ്യയിൽ സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ഇസ്രയേലിലെ ടെൽ അവീവിന് സമീപം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റുവെന്ന വാർത്ത അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. ഇറാനിലെ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേർക്ക് ഇസ്രയേൽ ആക്രമണം ഉണ്ടായി. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി ചർച്ചയ്ക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഒമാനെതിരെ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ ഇറാൻ നിഷേധിച്ചു. ഇന്ധന കയറ്റുമതി സുരക്ഷിതമാക്കാൻ സൗദി അറേബ്യയിലെ എണ്ണ കമ്പനിയായ അരാംകോ നിർണായക നീക്കം ആരംഭിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാരത്തോൺ ചർച്ചകൾ നടത്തുകയാണിപ്പോൾ. 48 മണിക്കൂറിനിടെ 8 രാജ്യങ്ങളിലെ തലവന്മാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. യുദ്ധവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമായി PP ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. അതേപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദ്, അതുപോലെ ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ, ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം എന്നിവർ തത്സമയം ചേരുന്നു. ഗുഡ് ഈവനിങ് മൈ ഗായ്സ്. PP ജെയിംസ്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിലും പോലും സമാധാനകാംക്ഷികളായ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും SKN എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കട്ടെ. ഇപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭവിശ്വാസത്തിന് പറ്റിയതല്ല. കാരണം അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മരണസംഖ്യ 800-ന്റെ അടുത്തെത്തിയിരിക്കുന്നു. നേരത്തെ 555, പിന്നെ 600, 700, ഇപ്പോൾ 800-ന്റെ അടുത്ത് 787 ഏറ്റവും ഔദ്യോഗികമായിട്ട് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ അനൗദ്യോഗിക കണക്കനുസരിച്ച് ഇറാനിൽ 1000-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്നത് അവിടെ പുതിയതായിട്ട് ഉയർന്നു വന്ന നേതൃത്വത്തെ ഇല്ലാതാക്കാനാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആയത്തുള്ള അലി ഖോമനിയുടെ മുഖ്യ ഉപദേഷ്ടാവും ഇപ്പോൾ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറിയുമായ അലി ലാരി ജാനി അടക്കം ഒരുപാട് പ്രമുഖ നേതാക്കളെ ഈ മൊസാദിന്റെ വിവരങ്ങൾ അനുസരിച്ച് ലക്ഷ്യം വയ്ക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ തീവ്ര നിലപാടുള്ള നേതൃത്വമാണ് അവിടുത്തെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിന്റെ നേതൃത്വവുമായി ചേർന്ന് ഈ പുതിയ രീതിയിൽ 10-14 രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത്. അവിടുത്തെ മിതവാദികളായ നേതാക്കൾക്ക് വലിയ റോളില്ല. നേരത്തെ ചർച്ചയ്ക്ക് വേണ്ടി നേതൃത്വം നൽകിയ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചി അടക്കമുള്ളവരൊക്കെ പതുക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ഹാർഡ് ലൈൻ നേതൃത്വത്തെ ലക്ഷ്യം വെക്കുന്ന നീക്കമാണ് നടക്കുന്നത്. SKN ഇതിനിടയിൽ ട്രംപ് പറയുന്നുണ്ട് 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം തീരും. പക്ഷേ ഇസ്രായേലി പ്രധാനമന്ത്രി അല്പം വ്യത്യസ്തമായതാണ്. യുദ്ധം പെട്ടെന്ന് തീരും, പ്രശ്നങ്ങളൊന്നുമില്ല, ഇറാനിലെ ഭരണകൂടം വീഴും, ഇപ്പോഴുള്ള ഭരണകൂടം വീണ് പുതിയൊരു ഭരണകൂടം വരും എന്നുള്ള വാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരു തരത്തിലും ന്യായീകരണം ലഭിക്കുന്നില്ല. കാരണം അവിടെ കരയുദ്ധം നടത്താതെ ഇറാനെ പിടിച്ചടക്കുക എളുപ്പമല്ല. അവിടെ 6 ലക്ഷം മുതൽ 7 ലക്ഷം വരെ സേന സജ്ജമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ റവല്യൂഷണറി ഗാർഡ്സ് ഹോർമോസ് കടലിടുക്ക് തടഞ്ഞ് അവിടെ കപ്പലുകളെ ഒന്നും കടത്തിവിടുന്നില്ല. എണ്ണവില കൂടുകയാണ്. $70 ഉണ്ടായിരുന്നത് 82 ഇനി അത് $100 അപ്പുറത്തേക്ക് കൂടാനുള്ള സാധ്യതയിലാണ് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായി SKN രംഗത്തെത്തിയിരിക്കുന്നു. UAE-യുടെ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പ്രതിരോധത്തിന് നമുക്ക് എല്ലാ സന്നാഹങ്ങളുമുണ്ട്, ഇതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, ഇനി ഇല്ല, അതിശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് UAE, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയിലെ റിയാദിൽ അമേരിക്കൻ എംബസി ആക്രമിച്ചതിനെതിരെ സൗദി അറേബ്യ അതിശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലും ബഹ്റിനിലും ആക്രമണം നടന്നു. ഇറാന്റെ ഡ്രോണുകളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് കുവൈറ്റിൽ സൈറണുകൾ മുഴങ്ങി അവിടെയും ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ കുവൈറ്റിൽ 3 അമേരിക്കൻ F-15 വിമാനങ്ങൾ തകർന്നു വീണതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അത് ഫ്രണ്ട്ലി മാച്ചായിരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് സംഭവിച്ചതാണ് എന്ന് പറയുന്നു. കുവൈറ്റിലെ എയർഫോഴ്സസ് തന്നെയാണ് അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈൽ വേദക സംവിധാനങ്ങൾ വെച്ച് ഈ 3 F-15 യുദ്ധവിമാനങ്ങൾ തകർത്ത് കളഞ്ഞത്. അത് വല്ലാതെ അമ്പരപ്പിക്കുന്നതാണ്. ഒരു യുദ്ധവിമാനം അറിയാതെ തകർത്ത് കളഞ്ഞാൽ മനസ്സിലാക്കാം. 3 F-15 യുദ്ധവിമാനങ്ങൾ തകർത്തത് ഇറാനല്ല, അവിടെ തന്നെയാണ് കുവൈറ്റിന്റെ അമേരിക്കയുടെ സുഹൃത്തായിട്ടുള്ള കുവൈറ്റിന്റെ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. SKN എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്
ഇതുവരെ റഷ്യ അല്പം മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഇത് വന്നിട്ടുണ്ട്. സുപ്രീം ലീഡർ, പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയത് വലിയ രീതിയിൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ്, അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ്, ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ SK നമുക്കൊന്നും മനസ്സിലാവാത്ത ഒരു നിലപാട് ചൈനയുടേതാണ്. വെനിൻസ്വേല അമേരിക്ക പിടിച്ചപ്പോൾ വെനിൻസ്വേലയിലെ 80% എണ്ണ ചൈനയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അത് നിലച്ചിരിക്കുന്നു. ഇറാനിൽ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഇറാനിൽ നിന്നുള്ള എണ്ണയും ചൈനയിലേക്ക് പോകുന്നില്ല. ചൈന വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പൊ ചൈന രംഗത്ത് വരുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.